ചേട്ടാ എന്തെങ്കിലും പ്രശ്നമുണ്ടാ? ഒന്നുമില്ലടി. ഒന്നുമില്ലേ? സുമേഷേണ്ട മുഖം കണ്ട് എനിക്ക് അറിഞ്ഞൂടെ? എന്തിട്ടാ കാര്യം പറയ്. ഒന്ന് പോയിടി അവിടെ നിന്ന്. നിനക്ക് എൻ്റെ പ്രശ്നം പറഞ്ഞിട്ട് ഇപ്പം എന്തിനാ? നിനക്ക് ആ സീരിയലിൽ പ്രശ്നം പറഞ്ഞിട്ട് ഇരുന്ന പ്രശ്നം. ഇന്ന് ഞായറാഴ്ചയാ, സീരിയലൊന്നും ഇല്ല. നെഞ്ചത്തോട്ട് കയറും അവളുടെ കാര്യം അന്വേഷിക്കും. ഞാൻ അന്വേഷിക്കും. നിനക്ക് തയ്ക്കാനൊന്നുമില്ലടി? തയ്ക്കാനൊന്നും ഇല്ല. എന്താളിയാ ഭയങ്കര ചുമയാണല്ലോ. ആളാ സിഗരറ്റ് വലിച്ചിട്ടേ കഫം കെട്ടീന്ന് ഭയങ്കര വലിയപ്പോ. നീ എവിടെ തട്ടിയാലും ഒരു കാരണവശാലും പോലീസ് അവിടെ എത്തരുത്. അതിന് നിനക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് നീ ചെയ്തു. കാണിച്ചിട്ടുണ്ട്. വസന്തം തടഞ്ഞാൽ വർണ്ണത്തെ എതിർത്താൽ ഒരു പൂവ് പോലും പൂക്കൂല, ഒരു ഏത്ത പോലും പഴുക്കൂല, ഒരു പൂത്തിരി പോലും കത്തൂല, ഒരു കാലച്ച പോലും കേക്കൂല. വസന്തം വരട്ടെ, വർണ്ണങ്ങൾ വിരിയട്ടെ, കവികൾ എഴുതട്ടെ, പാട്ടുകൾ പാടട്ടെ. ആ ഫോണിനടുത്ത് ആ സോമിയെ നീ അറിഞ്ഞ എന്ത്? എടാ നമ്മുടെ വിനുവിനെ. അപ്പൊ നീ അറിഞ്ഞില്ലേ? പറയടാ. നമ്മുടെ വിനുവിനെ കൊറോണയാ. കൊറോണയാ? എപ്പോ? ഞാൻ ഇന്നലെ കൂടെ കണ്ടുകാണല്ലോ അവനെ. അതല്ല ഞാൻ നിന്നെ വിളിച്ചേ, പുറത്താരും അറിഞ്ഞിട്ടില്ല. കുറച്ച് ദിവസമായിട്ട് ഞാൻ നോക്കുമ്പോ അവൻ ഭയങ്കര ചുമ. അവനും അവന്റെ അമ്മയും തമ്മിലുള്ള സംസാരത്തിൽ നിന്നാ എനിക്ക് കാര്യം മനസ്സിലായത്. പുറത്ത് പറയാനുള്ള മടിക്ക് ട്രീറ്റ്മെന്റ് ഒന്നും വേണ്ടെന്ന് വെച്ച് ഒത്തിക്ക് തീർക്കാനുള്ള പരിപാടിയാ. അത് കൊള്ളാലോ. ഇനിയിപ്പോ പിള്ളേരൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നിന്നെ വിളിക്കും. ആരേലും എന്തേലുമൊക്കെ ചോദിച്ചു കഴിഞ്ഞാ അറിഞ്ഞെന്ന് മാത്രം പറഞ്ഞാൽ മതി, കൂടുതലായിട്ടൊന്നും പറയാൻ നിൽക്കണ്ട. ഇന്നലെയും കൂടി ഞാനും കപ്പലും സാമ്പാറും പാലത്ത് വെച്ച് അവനെ കണ്ട് സംസാരിച്ചാന്നേ. ശരിയാ, അപ്പൊ അവന് നല്ല ചുമയുണ്ടായി. പറഞ്ഞൂടെ? സംഭവം കൊറോണയാണ്, അറിയാലോ സിനു. നോക്കി കൈകാര്യം ചെയ്യും. ശരിയല്ലയോ? എന്നെങ്ങാനും വരുമോ? ആ പറയടാ. എടാ സാമ്പാറ നീ അറിഞ്ഞ? എന്ത്? നമ്മുടെ വിനുവിന് കൊറോണ. കൊറോണയാ? സോമി പറഞ്ഞതാ. എന്നോട് പറഞ്ഞില്ലല്ലോ. നീ ഇനിയിത് ആരോടും പറയാൻ നിൽക്കണ്ട, കുറച്ച് സീനാ. ആണോ? അളിയ സ്വാമി, നമ്മുടെ വിനുവിന് കൊറോണയാണോ? നീ എങ്ങനെ അറിഞ്ഞേ? നമ്മുടെ സുമേഷ് ഇപ്പൊ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, അവൻ പറഞ്ഞതാ. നീ ഇതാരോടും പറയാൻ നിൽക്കണ്ടട്ടാ. ഞാൻ പറയില്ലേ? ശരിയാ. ആ സാമ്പാറെ പറടാ. നീ അറിഞ്ഞാ? എന്ത്? നമ്മുടെ വിനുവിന് കൊറോണന്ന്. കൊറോണയോ? അമ്മേ, ഇത്തിരി മഞ്ഞളെല്ലാം തിളപ്പിച്ചോ. ലോക്ക്ഡൌൺ മാറാണ്ട് തുറന്ന ഷഡ്യേ. ആ നീ വർക്ക്ഷോപ്പ് തുറന്നോ? ഇല്ലളിയാ, ഈ എക്സൈസിന്റെ ജീപ്പ് പണിയാൻ വേണ്ടി തുറന്നതാ. ആ പിന്നെ ഞാൻ നിന്നെ കാണാൻ വേണ്ടി ഇരിക്കായിരുന്നു. അളിയാ, ഇന്നലെ എക്സൈസിലെ സാബു സാർ ജീപ്പോണിടെ വന്നിട്ടുണ്ടായി. ആള് നിന്നെ പറ്റി നല്ലോണം ചോദിച്ചു. എന്നാലും എൻ്റെ അളിയാ, നീ ആ കുപ്പി എവിടെടാ കൊണ്ട് താത്തിയെ? എന്റെ പൊന്നു ഷഡ്ഡി, എന്റെ കുപ്പിയൊന്നുമില്ല. നീ കഥ വിടളിയാ, എനിക്കെന്തായാലും വേണ്ട. ഞാൻ അടി ചവിട്ടിയാരെന്ന് എനിക്കറിയാമല്ലോ. നാട്ടുകാർ നല്ല സീനാ, ഒരു പെഗ് പോലും കൊടുക്കാത്തതിൽ അവന്മാരെല്ലാം നല്ല കട്ട കലിപ്പിലാ. അളിയാ, നിന്നെ ഇട്ടുകൊടുക്കാൻ നല്ല ചാൻസ് ഉണ്ടേ. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എന്നാൽ ഞാൻ പോയി വണ്ടി പണിയിട്ട് കളിയാ. നാളെ രാവിലെ വണ്ടി കൊടുത്തില്ലെങ്കിൽ ആളെന്നെ കൊല്ലും. നീ എവിടെയാ? ഞാനിവിടെ നാട്ടിലുണ്ടാ. നീ എന്താ പരിപാടി? ഒന്നും പറയണ്ടാവേ. ഒരു 1.5 പെഗ്ഗരാന്ന് പറഞ്ഞിട്ടൊരു മേജറുണ്ട്, അയാളുടെ തെങ്ങിന്റെ തടം കോരി 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 നടു പൊടിച്ചു. നിനക്ക് 1.5 അല്ല, 1/2 ലിറ്റർ ഞാൻ തരും. 1/2 ലിറ്ററാ? നീ കേറി വാ. നിന്റെ അടുത്താ? അല്ലടാ വാടാ.
എടാ ഈ ഫോട്ടോ വെച്ചിരുന്ന് അവിടെ എത്താനുള്ളൊരു സമയം നീ എനിക്ക് തന്നെ. വാ വാ. ഞാൻ അതേ പറഞ്ഞ കേട്ടാ. സാബുവനെ, എന്താണ് ഫോണിൽ കളിച്ച് ജയിക്കാതെ ആ പ്ലാവിന്റെ കമ്പ് കയറി വെട്ടിയേ. പ്ലാവിന്റെ കൊമ്പ നീ പിടിച്ചേ. വീട്ടിലൊരു തന്തയില്ലേ, രണ്ടാളും കൂടി കയറി അങ്ങോട്ട് പറ്റിയാ മതി കേട്ടാ. ബീവറേജ് ഒന്ന് തുറന്നോട്ടെ, ഞാൻ കാണിച്ചു തന്നെ ഉണ്ട്. 1.5 പെഗ് നിന്നിട്ട് ഏതും തൊട്ടുണ്ടാക്കി നിൽക്കണ തേണ്ടി. പുറത്തുമില്ലട്ടാ. എന്റെ പൊന്നെ, ഓ ഇത് മതി. ബാക്കി എൻ്റെ തെണ്ടി എല്ലാം കുടിച്ച് തീർക്കും. വിനു ആ അളിയ, നീ പിന്നെ ചെറുതായ സാധനല്ലേ? സാധനമുണ്ട്. ആ പിന്നെ നീ പുറകിലോട്ടുന്നോ, ഞാൻ സാധനത്ത് അങ്ങോട്ട് വരാം. ടച്ചിങ്സ് കൂടെ എടുത്തോട്ടാ. ആ ടച്ചിങ്സ് ഒക്കെ ഉണ്ട്, നീ ചെല്ല്. എടാ പിന്നെ ആ പറമ്പിലോട്ടൊന്നോട്ടാ. പറമ്പിലെ കൊടുത്തല്ലോ എവിടെയെങ്കിലും നിൽക്കുക, നീ വേഗം മാട്ടാ. ആ കിണറ്റിലൊന്നും പോയി ചാടല്ലട്ടാ. വിനു ആരേത്? അത് കൂട്ടുകാരനാ. ഒരു കൂട്ടുകാരൻ നിന്റെ പെങ്ങളെ കൊണ്ട് പോയിട്ട് മതിയായില്ലല്ലേ? സാബുനെ സാധനം കണ്ടാ? ഇങ്ങോട്ട് നിങ്ങള് അമൃതാണ്, അമൃത്. റമ്മണല്ലേ? ആ എന്താടാ? എവിടെയായിരുന്നു ഇത്ര നാളും? ഞാൻ വീട്ടിലുണ്ടായി. ഇത്ര നാളും എവിടെയായിരുന്നു? എന്നോടല്ലേ 24 ദിവസമായി കണ്ടിട്ട്. അളിയാ നീ കരയാണാ? ആനന്ദ കണ്ണീര്, ആനന്ദ കണ്ണീര്. ഞാൻ ഒരെണ്ണം അടിച്ചോട്ടെ. അടിക്കളിയാ. ഓച്ചേ ഓച്ചോ? വെള്ളമൊന്നും വേണ്ട. വേണ്ടേ? വേണ്ട. എങ്ങനെണ്ടാ? നീ എന്താ പണിന്ന് പറഞ്ഞില്ല? നീ ഒരോട് അടിച്ചേ പറയാടാ. അടിക്കാം, കുഴപ്പമൊന്നുമില്ല. ഏയ് അടി പറയാന്ന്. ഭയങ്കര അടങ്ങേറിച്ച പണിയാണല്ലത്. എക്സസൈസുകാരിക്കിട്ട് പണി എടുക്കാന്ന് പറഞ്ഞാൽ നമ്മക്കിട്ട് പണി കിട്ടൂലേ? ഇല്ല സാമോനെ, ഇതൊന്നും ആരും അറിയാൻ പോണില്ല. നോക്കിയേ, നീ ഇതെനിക്ക് ചെയ്തു തരണം എങ്ങനെങ്കിലും. എന്നാലും ജീപ്പിന്റെ ബ്രേക്ക് കളയാന്ന് പറഞ്ഞാല് അതിനെന്താ, ബ്രേക്ക് അല്ലേ? നീ റോഡ് ഒഴിച്ചേ. അത് പറ. അപ്പൊ നമ്മള് മതി. ആര ബ്രേക്കാ പൊട്ടിക്കണ്ടത്?